കൊച്ചി മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ദൗത്യം പുനരാരംഭിച്ചു. ഫയർഫോഴ്സ് സംഘവും അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പൂച്ചയുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്. വിവരങ്ങളുമായി ജോയ്മോനാണ് ചേരുന്നത്. ജോയ്മോൻ, കേരളം മുഴുവൻ നോക്കിയിരിക്കുകയാണ് നമ്മുടെ സുഭാഷിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. പൂച്ചയെ താഴെ ഇറക്കാനുള്ള ശ്രമം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് അധികൃതർ നൽകുന്ന വിവരം? സ്വാതി, മിഷൻ സുഭാഷ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. അതായത് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ സുഭാഷിനെ താഴെ ഇറക്കാനുള്ള ശ്രമം ഈ യന്ത്ര തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഈ രക്ഷാപ്രവർത്തനം മുടങ്ങിയിരുന്നു. പിന്നാലെ ഇടപ്പള്ളിയിൽ നിന്ന്, അതായത് റെസ്ക്യൂ ടീം അറേഞ്ച് ചെയ്ത ക്രെയിൻ ഇടപ്പള്ളിയിൽ നിന്ന് എത്തി, അതായത് ഏതാനും മിനിറ്റ് മുമ്പ് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ അനിമൽ റെസ്ക്യൂവിന്റെയും സേനാംഗങ്ങൾ ഈ പൂച്ചയെ ഇരിപ്പുണ്ട് എന്ന് ഇവർ വിലയിരുത്തുന്ന സ്ഥലത്തേക്ക് പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ അവിടെ അവർ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ പൂച്ചയെ ഇവരിലേക്ക് ആകർഷിക്കാനായിട്ട് ഒരു അയില കഷ്ണവുമായിട്ടാണ് ഈ സേനാംഗങ്ങൾ മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ വറുത്ത മീനിന്റെ മണമടിച്ച് സുഭാഷ് ഇറങ്ങി വരും, അല്ലെങ്കിൽ സുഭാഷിനെ വറുത്ത മീനും വെച്ച് വലയിലാക്കാനുള്ള ശ്രമത്തിലാണ് സേനാംഗങ്ങളും അതുപോലെ തന്നെ അനിമൽ റെസ്ക്യൂ ടീമും. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു ആശയക്കുഴപ്പം മുകളിലുണ്ട്. അതായത് പൂച്ച അവിടെ നിന്ന് മാറിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംശയിക്കേണ്ടിരിക്കുന്നു. അതായത് നിലവിൽ അതിന്റെ സ്ഥാനം, അതായത് ഈ ഭാഗത്ത്, അതായത് മെട്രോ പില്ലറിന്റെ 556 നമ്പർ മെട്രോ പില്ലറിന്റെ ഇടതുവശത്തായിട്ട് പൂച്ചയുണ്ട് എന്നൊരു സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷമാണ്, അതായത് ഇന്ന് രാവിലെ ഉൾപ്പെടെ ലഭിച്ച ദൃശ്യങ്ങളിൽ പൂച്ചയുടെ ആരോഗ്യനില, അല്ലെങ്കിൽ സുഭാഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ ആശങ്കയുണ്ടായിരുന്നത്. അവശനിലയിൽ പൂച്ച കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് വൈകിട്ടത്തേക്ക്, അതായത് രാത്രിയിലേക്ക് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്ന രക്ഷാപ്രവർത്തനം നേരത്തെ തുടങ്ങിയത്. അപ്പോൾ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സേനാംഗങ്ങളും അതുപോലെ തന്നെ ഫയർഫോഴ്സും. നിലവിൽ എന്തായാലും പ്രധാന വെല്ലുവിളിയായിട്ട് ഉയരുന്നത് അല്ലെങ്കിൽ പ്രധാന പ്രതിസന്ധി നിൽക്കുന്നത് ഈ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തന്നെയായാലും ഇവർ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതായത് രക്ഷാപ്രവർത്തനം ആരംഭിച്ച് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മേളിലേക്ക് കയറേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുമെന്ന് മെട്രോ അറിയിച്ചതായാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നിലവിൽ എന്തായാലും ഇവർ മേളിൽ നിൽക്കുകയാണ്. അതായത് ക്രെയിനിന്റെ അറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ കപ്പൽ അവർ ആ അറ്റത്തായിട്ട് നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ ഇവർ 4 സേനാംഗങ്ങളുണ്ട്. അതായത് അതിൽ 3 ഫയർഫോഴ്സ് ടീം അംഗങ്ങളും അതുപോലെ തന്നെ ആനിമൽ റെസ്ക്യൂ ടീമിലെ ഒരാളുമാണ് ഉള്ളത്. നിലവിൽ ഇവരുടെ കയ്യിലായാലും ഈ പൂച്ചയെ വലയിലാക്കാനുള്ള വലയും അതുപോലെ തന്നെ മറ്റ് സജ്ജീകരണങ്ങളുമൊക്കെ ആയിട്ടാണ് ഇവർ മുകളിലേക്ക് പോയിരിക്കുന്നത്. നിലവിൽ എന്താണ് ഇവിടുത്തെ പ്രതിസന്ധി എന്നുള്ള കാര്യത്തിൽ കുറിച്ച് വ്യക്തത വരേണ്ടത്. പൂച്ച അവിടേക്ക് വല്ലതും മാറിയതാണോ, അല്ലെങ്കിൽ പൂച്ചയെ കാണാൻ കഴിയാത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. എന്തായാലും അവർ താഴേക്ക് എത്തിയാൽ മാത്രമേ ഉള്ളൂ അതിലൊരു വ്യക്തത വരുള്ളൂ. നിലവിൽ എന്തായാലും സുഭാഷിനെ താഴെ ഇറക്കാനുള്ള ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതി. ജോയി, എന്തായാലും ആ ഒരു ദൗത്യം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു മെട്രോ പില്ലറിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ജോയി സൂചിപ്പിച്ചതുപോലെ ഏതെല്ലാം മാർഗത്തിലാണോ ഒരു പൂച്ചയെ ആകർഷിക്കാൻ സാധിക്കുന്നത്, വറുത്ത മീൻ വരെ കൊണ്ടുപോയി സുഭാഷിനെ താഴെ ഇറക്കാനുള്ള ആ ഒരു ശ്രമം, എല്ലാവിധ സന്നാഹങ്ങളും ഒത്തൊരുമിച്ച് ഒരു ജീവന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഈ മെട്രോയുടെ സർവീസ് ഒക്കെ നിർത്തുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അതിലേതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമായിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? സ്വാതി, അതിൽ ഒരു സ്ഥിരീകരണം നമുക്ക് മെട്രോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്. അതായത് ഈ മുകളിലേക്ക് കയറി രക്ഷാപ്രവർത്തനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഇവർ ഈ ക്രെയിനിന്റെ അറ്റത്ത് നിർത്തി തന്നെ ഈ സുഭാഷിനെ വല്ലോ മീനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ കാണിച്ച് ആകർഷിച്ച് വലയിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മുകളിലേക്ക് കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. അത്തരത്തിലാണെങ്കിൽ മെട്രോയുടെ പ്രവർത്തനം നിർത്തേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇവർ മുകളിലേക്ക്, ആ കാണുന്ന നമുക്ക് കാണാം, ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിലായിട്ടാണ് പൂച്ച കുടുങ്ങി കിടക്കുന്നത്. അതിലേക്ക് സേനാംഗങ്ങൾക്ക് കയറണമെങ്കിൽ ഈ മെട്രോ റെയിലിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. പക്ഷേ ഇവർക്ക്, അതായത് സേനാംഗങ്ങൾക്ക് ആവശ്യമായി, അതായത് ഏറെ കേരളം ഒന്നടങ്കെ കാത്തിരിക്കുകയാണ് ഈ സുഭാഷിനെ താഴെ ഇറക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ സുഭാഷിനെ താഴെ ഇറക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ
സജ്ജീകരണങ്ങളും മെട്രോയുടെ ഭാഗത്തു നിന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ അവർ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിച്ചില്ലെങ്കിൽ മെട്രോ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ആവശ്യമായി അത്യാവശ്യ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും ചെയ്യാൻ മെട്രോ സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഈ മറ്റ് സേനാംഗങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. സ്വാതി, കൊച്ചിയിൽ മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ദൗത്യം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘവും അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളും അടക്കമുള്ള ആളുകൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. പൂച്ചയുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്. പൂച്ച ഇനി സ്ഥാനം മാറിയോ, മറ്റൊരു സ്ഥലത്തേക്ക് മാറിയോ എന്നുള്ള ആശയക്കുഴപ്പമൊക്കെ നിലവിലുണ്ട്. എന്തായാലും എല്ലാ സന്നാഹവും ഒത്തൊരുമിച്ച് ഒരു ജീവന്റെ രക്ഷയ്ക്കായിട്ടുള്ള പരിശ്രമം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയ്മോനാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജോയ്മോൻ, ഇപ്പോൾ ആ ക്രെയിനിലേക്ക് മുകളിലേക്ക് പോയ ആളുകൾ ഇപ്പോൾ താഴേക്ക് എത്തുന്നുണ്ട്. ഈ ആശയക്കുഴപ്പം മാറിയോ, സുഭാഷിനെ രക്ഷിക്കാൻ സാധിക്കുമോ, എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഈ ഘട്ടത്തിൽ ഇവർ താഴേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും, എന്താണ് നമുക്ക് ഇതിലെന്താണ് ഈ ഒരു താമസം, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലൊരു തടസ്സം ഉണ്ടാകുന്നത്, അത് സുഭാഷിനെ കണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ സേനാംഗങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയാൽ മാത്രം നമുക്ക് അതിലൊരു സ്ഥിരീകരണം നൽകാൻ സാധിക്കൂ. ഇപ്പോൾ എന്തായാലും ഇവർ പൂച്ചേനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ്